അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ് സൂറത്തുൽ ബഖറ 38, 39 ആയത്തുകളാണ്. അതിൻ്റെ മനപ്പാഠം, തജ്വീദ്, ലഘുവിവരണം എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖാഫ്, ത എന്നിവയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, മിൻഹ ജമീ അൻ, അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ മിൻഹ ജമീ ആ എന്ന് തന്നെ ഓതി സ്റ്റോപ്പ് ചെയ്യണം. ഇനി സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഇഖ്ഫാൻ്റെ നിയമമാണ് വരിക. അതേപോലെ ഇഖ്ഫാൻ്റെ നിയമം രണ്ട് സ്ഥലങ്ങളിലുണ്ട്. ഹുദം ഫമൻ തബിയ, അവിടെ ഹുദം ഫ, അതേപോലെ ഫമൻ ത എന്നീ സ്ഥലങ്ങളിലും ഇഖ്ഫാൻ്റെ നിയമമാണ് വരിക. അതായത് ഇഖ്ഫാൻ്റെ അക്ഷരങ്ങളായ ഫ, ത 15 അക്ഷരങ്ങളിൽപ്പെട്ട രണ്ടക്ഷരങ്ങളാണ്. അത് സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനു ശേഷമോ വന്നാൽ ആ നൂനിനെ വെളിവാക്കാതെ മറച്ചു വെച്ച് മണിച്ച് കൊണ്ട് ചേർത്തി ഓതണം. ജമീ ഫ, അതേപോലെ ഹുദം ഫ, പിന്നെ ഫമന്ത, അവിടെ നൂനിനെ വെളിവാക്കരുത്. അതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇദ്ഗാമു ഷഫവിയാണ്. യഅതി അന്നകും മിന്നി, സുക്കൂനുള്ള മീമിന് ശേഷം തൊട്ടടുത്ത് വേറൊരു മീം വന്നാൽ ആദ്യത്തെ മീമിനെ മറച്ച് വെച്ച് രണ്ടാമത്തെ മീമിലേക്ക് ലയിപ്പിക്കണം. യഅതി അന്നകും മിന്നി, അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മീമിന്, അതായത് രണ്ടാമത്തെ മീമിന് അധിക സ്ഥലങ്ങളിലും ഷദ്ദ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഇദ്ഗാമു ഷഫവിയാണ്. പിന്നെയുള്ളത് വാജിബുൽ ഗുന്ന, ഫ ഇമ്മ, അതേപോലെ യഅതി അന്നകും, അവിടെ മീമിനും നൂനിനും ഷദ്ദ് വന്നിട്ടുണ്ട്. അത് നിർബന്ധമായും 2 ഹർക്കത്ത് മണിക്കണം. ഇവിടെ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരം ഖായാണ്. പിന്നെയുള്ളത് ഇൽഹാറാണ്. ഖൗഫുൻ അലൈഹിം, തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചല്ലോ. അതിൽപ്പെട്ട ഒരക്ഷരമാണ് ഒയിൻ. തൻവീനു ശേഷമോ സുക്കൂണിലെ നൂനിന് ശേഷമോ ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ അവിടെ മണിക്കാതെ നൂനിനെ വെളിവാക്കി ഓതണം. ഖൗഫുൻ അലൈഹിം. പിന്നെയുള്ളത് ഇൽഹാറു ഷഫവിയാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബ, അതേപോലെ മീം എന്നീ 2 അക്ഷരങ്ങൾ ഒഴികെ ബാക്കി 26 അക്ഷരങ്ങൾ വന്നാൽ അവിടെ മീമിനെ വെളിവാക്കി ഓതണം. അലൈഹിം വലാഹും. പിന്നെയുള്ളത് മദ് ഗാരിലു സുക്കൂനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. നാം പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. എന്നിട്ട് എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എൻ്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. കുൽന, നാം പറഞ്ഞു, എഹ്ബിതു, നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ, മിൻഹ, ഇതിൽ നിന്ന്, ജമീഅൻ, മുഴുവൻ, എല്ലാവരും, ഫ ഇമ്മാ യഅതി അന്നകും, എന്നിട്ട് നിങ്ങൾക്കു നിശ്ചയമായും വരുന്ന പക്ഷം, മിന്നി, എൻ്റെ പക്കൽ നിന്ന്, ഹുദം, ഒരു മാർഗദർശനം, ഫമൻ, അപ്പോൾ ആർ, തബിയ, പിൻപറ്റി, ഹുദായ, എൻ്റെ മാർഗദർശനം, ഫല ഖൗഫുൻ, എന്നാൽ ഒരു ഭയവുമില്ല, അലൈഹിം, അവരുടെ മേൽ, വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കുകയുമില്ല. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം.
ഇനി നമുക്ക് ഈ ആയത്ത് മനഃപ്പാഠമാക്കാം. ബൈഹാർട്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിനടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തേത്, ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം ബൈഹാർട്ടാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. നിങ്ങളുടെ സൗകര്യം പോലെ ഉറക്കെയോ അല്ലെങ്കിൽ മനസ്സിലോ ഓതി പഠിക്കുക. നമുക്ക് തുടങ്ങാം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ, ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ, ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ. ഇനി കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. فإما يأتينكم مني هدى فمن تبع فإما يأتينكم مني هدى فمن تبع فإما يأتينكم مني هدى فمن تبع. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വരി മൊത്തത്തിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. മനസ്സിൽ പതിയാത്തവർ വീണ്ടും ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീആ فإما يأتينكم مني هدى فمن تبع. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഈ വരി മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത വരിയിലേക്ക് പോവാം. മനസ്സിൽ പതിയാത്തവർ വീണ്ടും ആവർത്തിച്ച് ഓതണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് 3 പ്രാവശ്യം മാത്രം ഞാൻ ഈ ഓതിയത് കൊണ്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ അത് 5 പ്രാവശ്യം വരെ ഓതി നോക്കാവുന്നതാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതേപോലെ ചെയ്യാം. ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം, ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം, ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം. ഇനി കാണാതെ ഓതി നോക്കൂ. അത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വലാഹും യഹ്സനൂൻ വല്ലസീന കഫറു, വലാഹും യഹ്സനൂൻ വല്ലസീന കഫറു, വലാഹും യഹ്സനൂൻ വല്ലസീന കഫറു. ഇനി അതൊന്ന് കാണാതെ നോക്കൂ. അത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വരി മുഴുവനായിട്ടും ഓതി നോക്കാം. ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വല്ലസീന കഫറു, ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വല്ലസീന കഫറു, ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വല്ലസീന കഫറു. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ആ വരി മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തത്തിൽ കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം.
قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ وَالَّذِينَ كَفَرُوا قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ وَالَّذِينَ كَفَرُوا قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ وَالَّذِينَ كَفَرُوا. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ആയത്തിലേക്ക് പോയാൽ മതി. മനസ്സിൽ പതിയാത്തവർ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞവർ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വല്ലസീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ റ, സ്വാദ്, അതേപോലെ ഹ എന്നിവയാണ്. പിന്നെയുള്ളത് മദ് അസ്ലിയാണ്. ബി ആയാത്തിന അവിടെയും, അതേപോലെ അസ്ഹാബ് അവിടെയും, അതേപോലെ ഖാലിദൂന അവിടെയും ചെറിയ അലിഫ് കാണാം. അവിടെ 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് മദ് മുൻഫസിലാണ്. ബി ആയാത്തിന അവിടെ 4-5 ഹർക്കത്ത് വരെ നീട്ടാം. പിന്നെയുള്ളത് ഉലൈക അവിടെ മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്ത് വരെ നീട്ടണം. പിന്നെയുള്ളത് വാജിബുൽ ഗുന്ന നാർ അവിടെ നൂനിന് ഷദ്ദുണ്ട്, 2 ഹർക്കത്ത് മണിക്കണം. പിന്നെയുള്ളത് മദ് ആരിദു സുക്കൂനാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ തജ്വീദ്. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കാം. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവരായിരിക്കും നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വല്ലസീന യാതൊരുവർ, കഫറു അവർ അവിശ്വസിച്ചു, വകസ്സബു അവർ കളവാക്കുകയും ചെയ്തു, ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ഉലായിക അക്കൂട്ടർ, അവർ, അസ്ഹാബുൻ നാർ നരകക്കാരാണ്, നരകത്തിൻ്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ അവർ അതിൽ, ഖാലിദൂൻ സ്ഥിരവാസികളായിരിക്കും, അതായത് നിത്യവാസികൾ ആയിരിക്കും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് ഈ ആയത്ത് കാണാപ്പാഠം പഠിക്കാം. വല്ലസീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക വല്ലസീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക വല്ലസീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക. ഇനി ഒന്ന് കാണാതെ ഓതി നോക്കൂ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ യാ ബനീ ഇസ്രായീല അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ യാ ബനീ ഇസ്രായീല
ഇവിടെ ഞാൻ 2 ടൈപ്പിൽ ഓതിയിട്ടുണ്ട്. ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓതിയിട്ടുണ്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാതെയും ഓതിയിട്ടുണ്ട്. അവിടെ അസ്ഹാബുന്നാർ സ്റ്റോപ്പ് ചെയ്തില്ല എങ്കിൽ നിങ്ങളവിടെ റാക്ക് തർക്കീക്കാണ് ചെയ്യേണ്ടത്, അതായത് കനം കുറക്കണം. അസ്ഹാബുന്നാരി എന്ന് തന്നെ ഓതണം. ഇനി നമുക്ക് ഓതി നോക്കാം. അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ യാ ബനീ ഇസ്രായീല. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. അത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തത്തിൽ ഓതി നോക്കാം. വല്ലസീന കഫറൂ വകസ്സബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ യാ ബനീ ഇസ്രായീല. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني إسرائيل والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون يا بني إسرائيل. ഇനി ഇതൊന്ന് കാണാതെ പോയി നോക്കൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നത് വരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി താഴെ പറയുന്ന 4 ഘട്ടങ്ങൾ പതിവാക്കുക. ഒന്നാമത്തേത്, മനസ്സിൽ പതിപ്പിക്കുക. ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യം. ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാകൂ. രണ്ടാമത്തെ കാര്യം, ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകരുത്. ആ ആയത്ത് ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതണം. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത്, സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ട് നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത്, ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാൻ പറ്റും. അതേപോലെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമൊക്കെ ഈ പഠിച്ച ആയത്തുകൾ മനസ്സിലോ അല്ലെങ്കിൽ ഉറക്കെ ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് മറന്നു പോകാതിരിക്കും. ബൈഹാർട്ട് ആയതിനു ശേഷം ഒരു നല്ല ഖുർആൻ പാരായണത്തിൻ്റെ MP3 കേൾക്കുക. അതായത് നിങ്ങൾ പഠിച്ച ഭാഗങ്ങളുടെ MP3 കേൾക്കുക. അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേൾക്കേണ്ടത്. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണിത്. നമ്മൾ ഇതുവരെ 38, 39 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.